بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار. ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയുടെ ദർസിൻ്റെ ആമുഖത്തിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ദർസിൽ ഹദീസുകളുടെ ഇനങ്ങളും ആ ഇനങ്ങളെ വേർതിരിക്കുന്നതിൽ മഹാന്മാരായ മുഹദ്ദിസീങ്ങളുടെ വറഉം സൂക്ഷ്മതയും നാം ചർച്ച ചെയ്തു. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലം ഓരോരോ ആളുകളും ഓരോരോ പാർട്ടിയിലുള്ള ആളുകളും അവർ സ്വയം മുഹദ്ദിസായി ചമയുകയും അവർ ഹദീസുകളെ തരംതിരിക്കുന്നവരുമായി ഇറങ്ങിത്തിരിച്ച് മഹാന്മാരായ മഹത്തുക്കളെ സ്വഹീഹാണെന്ന് പ്രഖ്യാപിച്ച ഹദീസുകളെ അത് ലഈഫാണെന്ന് പറയുകയും അവർ ലഈഫാണെന്ന് പറയുന്ന ഹദീസുകളെ സ്വഹീഹാണെന്ന് പറയുകയും ചെയ്യാൻ കച്ച കെട്ടി ഇറങ്ങിയതായ ഒരു വിഭാഗത്തിൻ്റെ ഇടയിലാണ് നാം ഉള്ളത്. അങ്ങനെ ഹദീസുകളെ തരം താഴ്ത്തുകയും തരം താഴ്ന്ന ഹദീസുകളെ ഉയർത്താനും നടക്കുന്ന ഈ വിഭാഗത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഒരു ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഒരു ഹദീസ് ലഈഫാണെന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഒരു ഹദീസ് മൗദൂആണെന്ന് മനസ്സിലാക്കുക എന്ന് നാം പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതുണ്ട്. മഹാന്മാരായ ഇമാമിയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കിതാബുകൾ എഴുതിയിട്ടുണ്ട്, ധാരാളം ചർച്ചകളുണ്ട്. ഇത് നമുക്ക് 1, 2, 10, 20, 1 വർഷമോ 2 വർഷവും ആ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുന്ന വിഷയമല്ല. ഇസ്ലാമിൻ്റെ എല്ലാ വിഷയങ്ങളെപ്പോലെ തന്നെ ഇതും വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കിയതായ കാര്യങ്ങളാണ്. നമുക്ക് ഇത് ഒരു വലിയ സംഭവമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചില്ലറ ചർച്ചകൾ മാത്രമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ശറഹ് മുസ്ലിമിൻ്റെ തുടക്കത്തിൽ മുഖദ്ദിമയിൽ പറയുന്നു, ഫസ്ലുൻ ഫീ മഅരിഫത്തിൽ ഹദീസി സ്വഹീഹി വബയാനി അഖ്സാമിഹി വബയാനിൽ ഹസനി വല്ലഈഫി വഅൻവാഇഹാ. സ്വഹീഹായ ഹദീസ്, അതിൻ്റെ ഖിസ്മുകൾ, ഹസനായ ഹദീസ്, ലഈഫായ ഹദീസ്, അത് രണ്ടിൻ്റെയും ഐറ്റങ്ങൾ അറിയുന്നതിലുള്ള ഫസ്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വലിയൊരു ചർച്ചയാണത്. എന്നിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ മാതിരി ഹദീസ് 3 ഐറ്റമുണ്ട്. സ്വഹീഹുണ്ട്, ഹസനുണ്ട്, ലഈഫുണ്ട്. അതിലുള്ള സ്വഹീഹും ഹസനും മഅ്മൂൽ ബിഹിയാണ്. ലഈഫ് കൊണ്ട് അമൽ ചെയ്യാനും പറ്റിയ കോലങ്ങളുണ്ട്, അമൽ ചെയ്യാൻ പറ്റാത്ത കോലങ്ങളുമുണ്ട്. അതെല്ലാം നമ്മൾ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇമാമിങ്ങളെ ഉദ്ധരണികളാണ് നാം ഉദ്ധരിച്ചത് മുഴുവനും. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു, സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സനദ് മുത്തസിലാവുകയും അതിൻ്റെ നാഖിലീങ്ങൾ, ഹദീസ് ഉദ്ധരിക്കുന്ന റാവികൾ ആദിലാണെന്ന്, നീതിമാന്മാരാണെന്ന്, അദാലത്തുള്ളവരാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടവരും അതോടുകൂടെ അതിൽ ഷാദോ ശുദൂദോ അല്ലെങ്കിൽ ഇല്ലത്തോ ഇല്ലാതിരിക്കണം. ഇതാണ് സ്വഹീഹായ ഹദീസ്.
ഹസന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ താഴെ ഉള്ളൊന്ന്, താമുള്ള ബുത്താവണം, അത് നിയമമാണ് സഹീഹിൻ്റെ. എന്നാൽ ഹസനാവണമെങ്കിൽ ആ ഹദീസ് ഏത് നാട്ടുകാർ പുറപ്പെടുവിച്ചതാണ്, എവിടെയാണ് ആ ഹദീസ് പ്രസിദ്ധി ആർജിച്ചത്. സ്വഹാബത്ത് ലോകം കറങ്ങുന്നവരായിരുന്നു, നമുക്കറിയാം. അപ്പോൾ ആ ഓരോരോ സ്വഹാബത്തുകൾ എത്തിപ്പെട്ട ഭാഗത്ത് മാത്രമുള്ള ഹദീസുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഹദീസ് എവിടെയാണെന്നറിയപ്പെടണം. എവിടെ നിന്നാണ് ആ ഹദീസ് റിവായത്ത് ചെയ്യപ്പെടുന്നത്, ആ ഹദീസ് റിവായത്ത് ചെയ്യുന്ന റാവികൾ ആര് എന്നറിയപ്പെടണം. അതോടുകൂടെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാർക്ക് ലബ്ത്തുണ്ടെങ്കിലും അതിനിക്ക് ചിലപ്പോൾ ചെറിയ പാകപ്പിഴവുകൾ വന്നോണ്ട് കുഴപ്പമില്ല. അദാലത്ത് അങ്ങനെ തന്നെ വേണം, മുറുവത്ത് അങ്ങനെ തന്നെ വേണം, അതിനൊന്നും ഒരു കുറവും വരുത്താൻ പാടില്ല. പക്ഷേ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവികളെല്ലാം മശൂരീങ്ങളാവണം. അത് ഏത് നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അറിയപ്പെടണം. ഇങ്ങനെയുള്ള ഹദീസിനിക്കാണ് ഹസൻ. വഅലൈഹി മദാറു അക്സരിൽ ഹദീസ് وهو الذي يقبله أكثر العلماء وتستعمله عامة الفقهاء. ഈ ഹസനായ ഹദീസാണ് ഹദീസുകളിൽ നിന്ന് അധികരിച്ചതിൻ്റെയും മദാർ. അത് തന്നെയാണ് അധിക പണ്ഡിതന്മാരും അംഗീകരിച്ചു പോരുന്നതും ഫുഖഹാവ് ഉപയോഗിച്ച് തെളിവിൽ പറയുന്ന ഹദീസുകളും അതാണ്. അത് മഖ്ബൂൽ തന്നെയാണ്. മൂന്നാമത്തത് ലഈഫ്. അതിനെ ഇമാം പറഞ്ഞു സഖീം, രോഗിയായ ഹദീസ്. അത് 3 നിലവാരത്തിലുള്ളതാണ്. അതിൽ വെച്ച് ഏറ്റവും മോശമായത് മൗദൂആയ ഹദീസാണ്. രണ്ടാമത്തത് മഖ്ലൂബായ ഹദീസാണ്. റാവികൾ ഹദീസുകളെ മത്തിനെ മാറ്റി പറയുക. ഒരാൾ ഒരു ഹദീസിന് ഒരു സനദ് പറയാം, എന്നിട്ട് ആ സനദ് സഹാബിയിലേക്ക് എത്തിപ്പെടുക, എന്നിട്ട് ഖാല റസൂലുള്ളാഹി എന്ന് പറയുന്നത് ആ സഹാബിയെ തൊട്ട് വരുന്നതല്ലാത്ത മറ്റൊരു ഹദീസ് അല്ല മാറ്റി പറയാ, അല്ലെങ്കിൽ ഹുക്കുമുകളെ മാറ്റി പറയാ. മഖ്ലൂബ് ഐറ്റങ്ങളുണ്ട്. മൂന്നാമത് ഏറ്റവും ശർറായത് മൗദൂഅ്, രണ്ടാമത്തത് മഖ്ലൂബ്, മൂന്നാമത്തത് മജ്ഹൂലാണ്. മജ്ഹൂൽ പല രൂപത്തിലുണ്ട്. ആരാണ് റിവായത്ത് ചെയ്തത് എന്ന് ഒരാളുടെ പേര് പറയുന്നുണ്ട്. ആ പറയുന്ന ആൾ ആരാണ്, എവിടെയുള്ള ആളാണ്, ആരുടെ പിതാവ് ആരാണ്, അയാൾ എവിടുന്ന് ഹദീസ് പഠിച്ചു, അദ്ദേഹത്തിൻ്റെ സ്ഥിതിഗതി എന്താണ് എന്നറിയപ്പെടാത്തവർ, അങ്ങനെയുള്ള മജ്ഹൂലാണ് ആള്. ആളെ പേരേ ഉള്ളോ, അഡ്രസ്സില്ല, ആളെപ്പറ്റിയൊരു വിവരവുമില്ല. അതാണ് മജ്ഹൂല്. നേരെ മറിച്ച് മസ്തൂറുൽ അദാലത്ത് എന്ന വിഭാഗമുണ്ട്. അത് സഹീഹും ഹസനും റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അതിൽ അംഗീകരിക്കപ്പെടുന്നവരും പെടാത്തവരുമുണ്ട്. ഒരാൾ ലാഹിറിൽ കാര്യമായ ആളാണ്, നിസ്കാരങ്ങൾക്ക്, ഇബാദത്തുകൾക്ക്, നോമ്പുകൾക്ക്, മുറുവത്തിൻ്റെ വിഷയത്തിൽ എല്ലാം കണിശതയുള്ള ആളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളെങ്ങനെയായിരുന്നു, വ്യക്തിപരമായ സ്വകാര്യ ജീവിതം എങ്ങനെയായിരുന്നു, അത് സൂക്ഷ്മതയോടു കൂടെയായിരുന്നോ. ആളുകൾ അടുക്കലേക്ക് വരുമ്പോൾ, ജനങ്ങൾ കാണുമ്പോൾ വളരെ കൃത്യതയോടുകൂടെ നടക്കുന്ന ആൾ, രഹസ്യ ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയപ്പെടാത്ത ആള്, അദ്ദേഹത്തിൻ്റെത് സ്വീകരിക്കാം. ചിലത് ഉള്ളും പുറം അറിയാത്തവരുണ്ടാകും, ചരിത്രം അറിയില്ല, അത് അംഗീകരിക്കപ്പെടൂല. ചില രഹസ്യ സ്വകാര്യ ജീവിതം വളരെ ഉഷാർ, ജനങ്ങൾ എടുത്തു വന്നാൽ മുറുവത്തിനെതിരായ പ്രവർത്തനം നടത്തും, അദ്ദേഹത്തിനെയും അംഗീകരിക്കൂല. ഇപ്പം ഇങ്ങനെയുള്ള ഈ 3 ഐറ്റം ഹദീസുകൾ, അതിൽ ഏറ്റവും മോശമായത് മൗദൂആണ്, പിന്നെ മഖ്ലൂബാണ്, പിന്നെ മജ്ഹൂലാണ്. ബഹുമാനപ്പെട്ട ഹാക്കിം അബു അബ്ദില്ലാഹി നൈസാബൂരി മഹാനവർകൾ പറയുന്നു, ഞാനിത് ഉദ്ധരിക്കുന്നത് മുഴുവനും സഹീഹ് മുസ്ലിമാണ്. ഫീ കിതാബിൽ മദ്ഖൽ ഇലാ കിതാബിൽ ഇഖ്ലീൽ, അൽ മദ്ഖൽ ഇലാ കിതാബിൽ ഇഖ്ലീൽ എന്ന കിതാബിൽ ഹക്കീം മഹാനായ മുഹദ്ദിസാണ്, ധാരാളം കിതാബുകൾ ഉണ്ടാക്കിയവരാണ്. അവരെപ്പറ്റി ഇൻഷാ അല്ലാഹ് ചർച്ചകൾ ധാരാളം വരും. അവർ പറയാണ് അസ്സഹീഹു മിനൽ ഹദീസി 10 അഖ്സാമിൻ, ഹദീസിൽ നിന്ന് സ്വഹീഹ് 10 ഐറ്റമാകുന്നു.
അതിൽ നിന്ന് 5 എല്ലാ മുഹദ്ദിസീങ്ങളും അത് സ്വഹീയാണെന്ന് സമ്മതിക്കുന്നതാണ്. ഖംസത്തും മുത്തഫഖുൻ അലൈഹാ. സ്വഹീയായ ഹദീസ് 10 ഐറ്റം, അതിൽ നിന്ന് 5 അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാ മുഹദ്ദിസീങ്ങളും അത് സ്വഹീയാണെന്ന് ഹുക്കുമെയ്യുന്നത്. വഖംസത്തും മുഖ്തലഫും ഫീഹാ. അതിൽ നിന്ന് വേറെ 5 അത് സ്വഹീ ആണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുള്ളതുമാണ്. ഏതാ ഒന്നാമത്തത്? മുത്തഫഖ് അലൈഹായ 5 നിന്നുള്ള 1. ഫല്ലവ്വലു മിനൽ മുത്തഫഖ് അലൈഹി ഇഖ്തിയാറുൽ ബുഖാരി വമുസ്ലിമിൻ വഹുവ അദ്ദറജത്തുൽ ഊലാ മിനസ് സ്വഹീഹ്. സ്വഹീഹിൽ നിന്ന് 1-ാം ദർജയിലുള്ളത് അതാരാണ്? ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹ് അവലിക്കുള്ള അവരുടെ കിതാബുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുത്തഫഖ് അലൈഹിയാണിത്. അപ്പോൾ ഇമാം ബുഖാരി മുസ്ലിമും ശേഷമുള്ളതും അംഗീകരിക്കുന്ന 5 അംഗീകരിക്കുന്നത് തന്നെയാണ്. പിന്നെ ഇമാം ബുഖാരി അവരുടെ സ്വഹീഹിൽ, ഇമാം മുസ്ലിം അവരുടെ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഹദീസുകൾ, അതാണ് ഏറ്റവും സ്വഹീഹായ ഹദീസുകൾ. അതെന്താ? അതിൻ്റെ മാനദണ്ഡം എന്താ? വഹുവ അല്ലാ യുദ്കറ ഇല്ലാ മാ റവാഹു സ്വഹാബിയ്യുൻ മശ്ഹൂറുൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പറയപ്പെടാതിരിക്കുക. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷർത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഫിഖഹിൻ്റെ കിതാബിൽ മഹല്ലിലെല്ലാം കാണാം. വഖാലൽ ഹാക്കിമു ഇന്നഹു അലാ ഷർത്തിൽ ബുഖാരി, അല്ലെങ്കിൽ വഖാലൽ ഹാക്കിമു ഇന്നഹു അലാ ഷർത്തിൽ മുസ്ലിം, അല്ലെങ്കിൽ വഖാലൽ ഹാക്കിമു ഇന്നഹു അലാ ഷർത്തിഹിമാ എന്നെല്ലാം കാണാം. എന്താണ് ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷർത്ത് എന്ന് പറഞ്ഞാൽ ഇൻഷാഅല്ലാഹ് മറ്റ് ചർച്ചകൾ വീണ്ടും വരുന്നുണ്ട്. ഒരു ഹദീസിനെ ഒരു സ്വഹാബി റിപ്പോർട്ട് ചെയ്യുക, മശൂറായ സ്വഹാബിയാണെന്ന് തെളിഞ്ഞ ആൾ, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി തങ്ങളെ തൊട്ട്, ലഹു റാവിയാനി സിഖതാനി ഫഅക്സറു, ആ മശൂറായ സ്വഹാബിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാൻ വിശ്വസ്തരായ 2 താബിഈങ്ങളുണ്ട്, 2 റാവികളുണ്ട്. ثم يرويه عنه تابعي مشهور بالرواية عن الصحابة له أيضا. പിന്നെ ആ ഹദീസിനെ ആ റാവികളിൽപ്പെട്ട ഓരോരെ തൊട്ട് റിവായത്ത് ചെയ്യുക. ആ താബിഈനെ തൊട്ട് റിവായത്ത് ചെയ്യുക. താബിഈയും മശ്ഹൂറുൻ, മശ്ഹൂറായ താബി, ബിർരിവായത്തി അനി സ്വഹാബ, സ്വഹാബത്തിനെ തൊട്ട് റിവായത്ത് ചെയ്യൽ കൊണ്ട് മശ്ഹൂറായ താബി. സാധാരണ പല സ്വഹാബികളെ തൊട്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്ത താബിഈ അതിന് റിവായത്ത് ചെയ്യണം. ലഹു ഐളൻ റാവിയാനി സിഖതാനി, ആ സ്വഹാബിക്ക്, ആ താബിഈക്ക് വിശ്വസ്തരായ 2 റാവികളോ ഫഅക്സറോ, അത് കൂടുതലോ ഉണ്ടാവണം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മശൂറായ സ്വഹാബിയെ തൊട്ട് 2 ആൾ റിപ്പോർട്ട് ചെയ്യണം, 2 താബിഈങ്ങൾ. ആ 2 താബിഈകളും ആ 2 ആൾ ഈ ഹദീസ് മാത്രം റിപ്പോർട്ട് ചെയ്താൽ പോരാ, മറ്റ് സ്വഹാബികളെ തൊട്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്തവർ അവരോട് കൂടെ ഈ സ്വഹാബിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന താബിക്ക് 2 കൂടുതൽ ശിഷ്യന്മാർ വേണം. ثم يرويه عنه من أتباع الأتباع الحافظ المتقن المشهور على ذلك الشرط. പിന്നെ അതേ മശൂറായ എല്ലാ നിബന്ധനവും ഒത്തകളായ താബിഈങ്ങളിൽ നിന്ന് 2 കൂടുതലോ ആളുകൾ താബിഈങ്ങളെ തൊട്ട് ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന താബികൾ റിപ്പോർട്ട് ചെയ്യണം. സുമ്മകദാലിക, പിന്നെ അതങ്ങനെ പിറ്റോട്ട് പോരും തോറും അങ്ങനെയാവണം. അപ്പം ധാരാളം ഹദീസുകൾ താബിഈങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നവർ, അതുപോലെ താബിഈങ്ങളുടെ ശിഷ്യന്മാരെ താബിഈങ്ങൾ പലരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഈ മശൂറായ സ്വഹാബിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പലരായി വരണം. ഇങ്ങനെയായി വരുമ്പോൾ ആ ഹദീസ് മുമ്പ് നാം പറഞ്ഞതുപോലെ ഒന്നിരിക്കൽ അത് അസീസാകും, അല്ലെങ്കിൽ അത് മശൂറാകും. ആ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹയിൽ പറയുകയുള്ളൂ. ഇതാണ് ഏറ്റവും ഉയർന്ന ഹദീസ്, ഇത് അവരുടെ നിബന്ധനയാണ്. എന്നാൽ ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും എല്ലാ ഹദീസിനും ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന നിബന്ധനകൾ ഒത്തിട്ടുണ്ടോ? ഇല്ലേ?
ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് മുഴുവനും അങ്ങനെ ഒത്തിട്ടുണ്ട്. അവിടെ ശേഷമുള്ള പലരും എന്ന എല്ലാ ഹദീസുകളും ഇങ്ങനെയുള്ള ഖബർ വായിദിൽപ്പെട്ട ഈ മശൂറോ അസീസോ മാത്രമേ ഉള്ളൂ. ഗരീബ് തീരെയില്ല എന്ന് സമ്മതിക്കാത്തവരുമുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. ഈ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ഏകദേശം 10,000-ൽ താഴെ ഹദീസുകളാണുള്ളത് എന്ന് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽ ഖിസ്മു സാനി, സ്വഹിയായ ഹദീസിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത രണ്ടാമത്തെ കിസ്മ്. ഇതും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത തന്നെയാണ്. അപ്പോൾ സ്വഹീഹൈനിൽ പറഞ്ഞത് മാത്രമേ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഇടയിൽ എങ്കിൽ ആ നിബന്ധനത്തിലെ സ്വഹിയുള്ളൂ എന്നല്ല. സ്വഹീ ഖബർ വായിദിനും സ്വഹിയുണ്ട്, ഖബർ ഗരീബിനും സ്വഹിയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അവർ ബുഖാരിയിലും മുസ്ലിമിലും മഹാന്മാർ രണ്ടാളും ഏറ്റെടുത്തത് ഈ നിലക്കുള്ള ഹദീസേ പറയുള്ളൂ. അങ്ങനെയുള്ള ഹദീസുകളെ സംബന്ധിച്ച് പോലും നമ്മൾ ചർച്ച ചെയ്യണതില്ല. ഇങ്ങനെയുള്ള ഹദീസുകളാണെന്ന് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളത് എന്ന് അവർ രണ്ടാളും സമ്മതിച്ച ഹദീസുകൾ പോലും ദഈഫാണെന്ന് പറയാൻ മടിക്കാത്ത മുബ്തദീങ്ങളുണ്ട്. എന്താ കാരണം? അവരുടെ ബിദ്അത്തിനോട് ഒക്കൂല, അവരുടെ ബിദ്അത്തിന് അത് പറിച്ചു ചിന്തും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഐറ്റം മിസ്ലുൽ അവ്വലി, ആദ്യത്തെമാരി തന്നെയാണ്. സ്വഹാബത്തിൻ്റെ ദേശമുള്ള എല്ലാ തബക്കയിലും ഈ രണ്ട് ആളെങ്കിലും വേണം. പിന്നെ ഇല്ലാ അന്ന റാവീഹി മിനസ് സ്വഹാബ ലൈസ ലഹു ഇല്ലാ റാവിൻ വാഹിദുൻ. സ്വഹാബത്തിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന താബിഈ ഒരാളായ കുഴപ്പമില്ല. അത് രണ്ടാമത്തെ. താബിഈന്റെ ശേഷം എല്ലാവരും ഈ രണ്ടാളുകൾ വേണം. മൂന്നാമത്തത് ഒന്നാമത്തെ മാരി തന്നെയാണ്. പിന്നെ ഇല്ല അന്ന റാവീഹി മിനത് താബിഈന ലൈസ ലഹു ഇല്ലാ റാവിൻ വാഹിദുൻ. താബിഈങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത താബിഈങ്ങളിൽപ്പെട്ട ആൾ ഒന്നാമാത്രമായത്. ഇതാ മൂന്നാമത്തത്. നാലാമത്തെ ഐറ്റം അൽ അഹാദീസുൽ അഫ്റാദുൽ ഖറായിബുല്ലത്തി റവാഹസ് സിഖാത്തുൽ ഉദൂൽ. വിശ്വസ്തരായ ഏതെങ്കിലും ഒരു കണ്ണിയിൽ താബിഈന്റെ ശേഷം ഒരു കണ്ണിയിൽ ഒരാൾ കുടുങ്ങിയ ഹദീസ്, അല്ലെങ്കിൽ മുഴുവനും ഒരാളായത്, അതിനേക്കാളുള്ള ഗരീബായ ഹദീസ്. അത് ഈ ഗരീബായ ഹദീസും നിബന്ധാമുള്ളബുത്തായി മുറുവത്തുള്ളവരായി, അതിലേക്ക് ഏതില്ല ളുഅഫ്, അതിലേക്ക് മുഅല്ലലല്ല, ഷാദുമല്ല, എങ്കിൽ അത് മഖ്ബൂൽ തന്നെയാണ്. അഞ്ചാമത്തത് സ്വഹീഹായ ഹദീസ്. അഞ്ചാമത്തത് അഹാദീസു ജമാഅത്തിൻ മിനൽ അഇമ്മ അൻ ആബാഇഹിം അൻ അജ്ദാദിഹിം വലം തതവാത്തിർ റിവായത്തു അൻ ആബാഇഹിം അൻ അജ്ദാദിഹിം ബിഹാ ഇല്ലാ അൻഹും. അഞ്ചാമത്തെ ഐറ്റം ഹദീസുകൾ ഇമാമീങ്ങളായ മഹാന്മാർ അവരെ പിതാക്കളെ തൊട്ട്, അവരുടെ വല്യാപ്പമാരെ തൊട്ട്, ഇങ്ങനെ കുടുംബപരമായി ഓരോ കുടുംബത്തിൽ ഒതുങ്ങിയതായ ഹദീസുകൾ. മറ്റുള്ളവർ ഈ വാപ്പമാരെ തൊട്ട്, സ്വഹാബത്തായ വാപ്പമാരെ തൊട്ട്, പിതാക്കന്മാരെ തൊട്ട്, പിതാക്കന്മാർ താബീങ്ങളായ പിതാക്കന്മാർ അവരുടെ വല്യാപ്പമാരായ സ്വഹാബത്തിനെ തൊട്ട് ഇത് കൂടുതൽ റിപ്പോർട്ട് ചെയ്തായിട്ട് കാണുന്നില്ല. സനത് നോക്കി ഒക്കെ കാണലെന്താ? ഇന്ന താബിഈ, അല്ലെങ്കിൽ താബി അദ്ദേഹത്തിൻ്റെ പിതാവിനെ തൊട്ട്, പിതാവായ താബി അദ്ദേഹത്തിൻ്റെ പിതാവായ സ്വഹാബിയെ തൊട്ട് എന്നേ കാണുള്ളൂ. വേറെ പുറത്തുള്ളവർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നില്ല. എന്നാൽ ആ ഹദീസ് മുത്തഫഖ് അലൈഹി തന്നെ അത് അമൽ ചെയ്യുമെന്നുള്ളത് ഇജ്മാ ഉള്ളതാണ്. എല്ലാ മുത്തഫഖ് അലൈഹിയാണ്, എല്ലാവരും സമ്മതിച്ചതാണ്. കസഹീഫത്തി അംർ ബിൻ ശുഐബിൻ അൻ അബീഹി അൻ ജദ്ദിഹി. ധാരാളം ഹദീസ് കാണാണ്. അൻ അംർ ബിൻ ശുഐബിൻ അൻ അബീഹി അൻ ജദ്ദിഹി. അവരുടെ അർത്ഥം വെക്കേണ്ടതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് ചർച്ചയ്ക്ക് വരും. അപ്പോൾ അംർ ബിൻ ശുഐബ് എന്ന മഹാൻ അവരവരുടെ പിതാവായ ശുഐബ് എന്നവരെ തൊട്ട്, ആ ശുഐബ് എന്നവർ അവരുടെ വല്യാപ്പാരെ തൊട്ട് ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. ഇതിങ്ങനെ സനദുള്ള ചില ഹദീസുകൾ അങ്ങനെ ഈ സനദിൽ കൂടെ വന്ന് മാത്രം കാണാം. മറ്റുള്ളവരാരും റിപ്പോർട്ട് ചെയ്യാത്തതുണ്ട്. അതിനർത്ഥം അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദി എല്ലാം അങ്ങനെയെന്നല്ല. ഈ സനദോട് കൂടെ വന്നത് മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യാത്തതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഈ 5 സ്വഹീഹാണ്, തെളിവിന് പറ്റുമെന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല.
സ്വഹീഹാണോ അല്ലേ എന്ന് സംശയമുള്ളത്. ഈ പറഞ്ഞ 5 എല്ലാവരും സമ്മതിച്ചതും ഈ പറഞ്ഞത് മുഴുവനും ബുഖാരിയിലും മുസ്ലിമിലും ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ എല്ലാവരും സ്വഹീഹാണ് സമ്മതിക്കുന്നതാണ്, ബുഖാരിയും മുസ്ലിമും അടക്കം. പക്ഷേ ഇമാം ബുഖാരിയും മുസ്ലിമും സ്വഹീഹൈനിൽ 1-ാം വകുപ്പിൽപ്പെട്ടത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. വൽ ഖംസത്തുൽ മുഖ്തലഫു ഫിഹാ, സ്വഹീ ആണോ അല്ലേ എന്നുള്ള അഭിപ്രായ വ്യത്യാസമുള്ളത്. സ്വഹീ ആണോ അല്ലേ എന്ന് അഭിപ്രായ വ്യത്യാസമുള്ളതെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, റാവികൾക്ക് സ്വഹീഹിൻ്റെ 4 നിബന്ധനകളൊത്തവരാണ്. അദാലത്തുള്ളവരാണ്, താമുള്ളത്തുള്ളവരാണ്, ഷാദല്ല വലില്ലത്തുമുള്ളതല്ല എന്നതറിയണം. അതോടുകൂടെ സ്വഹീയാവോ ഇല്ലേത് അഭിപ്രായ വ്യത്യാസമുള്ള ഒന്ന് മുർസലാകുമ്പം താബിഈ സ്വഹാബിനെ പറയാത്ത ഹദീസ്. താബിയും താബിയിന് ശേഷമുള്ള എല്ലാ മഹത്തുക്കളും വലിയവരാണ്, പക്ഷെ താബിഈ സ്വഹാബിനെ പറയാത്തത് കൊണ്ട് ഹദീസ് മുർസലാണ്, അത് ലഈഫിലാണ് മുമ്പ് നമ്മൾ പെടുത്തിയത്. കാരണം സ്വഹീഹിനിക്ക് എന്തിൻ്റെ മാനദണ്ഡമുണ്ട്? സ്വഹീഹിനിക്ക് സനദ് മുത്തസിലാവണം, ഇത് മുർസലല്ല. പക്ഷെ ആ മുർസല് ഹുജ്ജത്താണ്. ഇമാം അബൂ ഹനീഫയും മറ്റു വലിയൊരു വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ സ്വഹീഹാണെന്ന് പറയുന്നവരാണ്. ഷാഫി മദ്ഹബ് പ്രകാരം മുർസലായി നിൽക്ക് ഹുജ്ജത്തല്ല, ലഈഫാൻ. പിന്നെ വഹദീസുൽ മുദല്ലിസീന ഇദാ ലം യദ്കുറൂ സമാഅഹും, മുദല്ലിസീങ്ങളുടെ ഹദീസിൻ്റെ കിതാബുകൾ നോക്കുമ്പോൾ അത് മനസ്സിലാക്കണം. എന്താണ് തദ്ലീസ് എന്ന് പറഞ്ഞാൽ ഒരു റാവിക്ക് മഷ്ഹൂറായ പേരുണ്ട്, എന്നാൽ മഷ്ഹൂർ അല്ലാത്തൊരു പേരുമുണ്ടെങ്കിൽ മഷ്ഹൂറായ പേര് പറയാതെ മഷ്ഹൂർ അല്ലാത്ത പേര് പറയാം. ചിലപ്പോൾ ആ മഷ്ഹൂറ അല്ലാത്ത പേര് പറയുമ്പോൾ വേറെ ഒരു റാവിയാണോ എന്ന് വരെ ധരിച്ചേക്കാം. മഷ്ഹൂറായ പേര് പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിലേക്ക് എന്തെങ്കിലും പോരായ്മ ഉള്ളവരുമാവാം, ഇല്ലാത്തവരുമാവാം. എന്നാൽ ഈ മഹാനായ ഈ തദ്രീസ് ചെയ്യുന്ന ആള് പേരിൻ്റെ മഷ്ഹൂറായ പേര് പറയാത്ത മറ്റൊരു പേര്, മഷ്ഹൂറായ നസബ പറയാതെ മറ്റൊരു പേര്, മഷ്ഹൂറായ കുന്നാട് പറയാതെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നാട് പറയുന്നവർ, ഇങ്ങനെ പറയുന്ന ആളുകൾ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി നേരിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, സമീഅ്തു എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റി പറഞ്ഞാലും അംഗീകരിക്കാം. കാരണം അദ്ദേഹത്തെ പറ്റി ആരാണ് എങ്ങനെയാണെന്നുള്ള ചരിത്രം നോക്കി മനസ്സിലാക്കാൻ കഴിയും. നേരെ മറിച്ച് അൻ ഉപയോഗിച്ചാണോ പറയുന്നത് എങ്കിൽ ഇത് കേട്ടു എന്ന് പറയുന്നില്ല, ഇങ്ങനെ പറഞ്ഞുള്ളൂ. കാലപുലാൻ, ഇന്നാൾ പറഞ്ഞു എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ് നേരിട്ട് കേട്ടിട്ടു ആവാ, വേറെ ആളെ മുഖേന കേട്ടാലും പറയാം ഇന്നാൾ പറഞ്ഞു എന്ന് പറയാലോ. ഈ നിരക്കെല്ലാം പ്രയോഗിക്കുകയാണെങ്കിൽ അത് സഹിയാണെന്നും അല്ല എന്നും അഭിപ്രായമുണ്ട്. മറ്റ് മൂന്നാമത്തത് വമാ അസ്നദഹു സിഖത്തുൻ വഅർസലഹു ജമാഅത്തുൻ മിനസ് സിഖാത്ത്. മൂന്നാമത്തേതാ, ഒരു ഹദീസ്, ആ ഹദീസിനെ ചിലർ മുർസലായി പറയുന്നു, മറ്റു ചിലർ അതിനെ മുസ്നദായും പറയുന്നു. സ്വഹാബിനെ പേര് പറഞ്ഞും കൊണ്ട് ഒരു കൂട്ടർ, മറ്റൊരു കൂട്ടർ സ്വഹാബിനെ പറയാതെ വന്നു. അപ്പോൾ അത് മുർസലാക്കലാണോ അതല്ല, അത് മറ്റ് മുസ്നദാക്കുകയാണോ വേണ്ടത് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നാലാമത്തെ ഒരു റിവായത്ത് ഗൈറുൽ ഹുഫാദിൽ ആരിഫീൻ, ആരിഫീങ്ങളായ ഇൽമുൽ ഹദീസിനെ പറ്റി വ്യക്തമായി അറിയുന്ന ഹാഫിളീങ്ങൾ, ഹുഫാദ്, വല്ലാതെ ഹിഫ്ളുള്ള ആളുകൾ അല്ലാത്ത ഒരു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. സാധാരണ ഒരു ഹദീസ് കേട്ട് റിപ്പോർട്ട് ചെയ്യുന്നവർ വല്ലാത്ത കൂടുതലായി ലബ്ത്തുള്ളവരല്ല, താമുൽ ലബ്ത്തല്ല, ബാക്കിയുള്ള സുഹൃത്തുക്കൾ ഏതായാലും വേണം. അതാണ് മൂന്നാമത്തേത്. റിവായാത്ത് ഗൈറിൽ ഹുഫാദിൽ ആരിഫീൻ, അറിയപ്പെട്ട ഹാഫിളീങ്ങൾ അല്ലാത്ത ഒരു റിവായത്ത്. വളരെ ഇതൊക്കെ ശ്രദ്ധിക്കണം. അയാൾ ഹാഫിൾ അല്ല എന്നല്ല പറയുന്നത്, മഷ്ഹൂറായ ആളല്ല, അറിയപ്പെട്ട ഹാഫിൾ അല്ല. അയാൾ ഹാഫിളാവുകയും ചെയ്യാം, ഹാഫിളാകുകയും ചെയ്യാം. അങ്ങനെയുള്ള ആളുകൾ റിവായത്ത് സ്വീകരിക്കൂലേ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹദീസ് സ്വഹീഹാവാൻ സാധ്യതയുണ്ട്, പല ആളുകളും അത് സ്വഹീഹാണെന്ന് പറയുന്നവരാണ്. നാലാമത്തെ റിവായാത്തുൽ മുബ്തദിഅത്തി ഇദാ കാനൂ സ്വാദിഖീൻ, മുബ്തദീങ്ങൾ റിവായത്ത് ചെയ്യുന്നകൾ ഷിയാക്കളെ ഹദീസ് ഉണ്ടാകും, റാഫിദിയാക്കളെ ഹദീസുകൾ ഉണ്ടാകും. അങ്ങനെ അന്നത്തെ കാലത്ത് ധാരാളം മുബ്തദീങ്ങൾ പഴയ കാലത്തുണ്ട്, ഖവാരിജിയാക്കളുണ്ട്.
ധാരാളം ഹദീസ് മുഅ്തസിലിയാക്കളുണ്ട്. ഇങ്ങനെയുള്ള മുബ്തദീങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അത് സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂലേ? അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരെന്നെ ഏതാണെങ്കിൽ മറ്റുള്ള വിഷയത്തിൽ കളവ് കൊണ്ട് അറിയപ്പെട്ടവരല്ലെങ്കിൽ, അവരെ വിദ്യാർത്ഥിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരുമല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുമെന്ന് പറയുന്നവരുണ്ട്. കാരണം ബിദ്അത്ത് എന്ന് പറയുന്നത് വല്ലാത്തൊരു രോഗമാണ്. അവർ വിശ്വസിച്ചത് സത്യമാണെന്ന് മനസ്സിലാക്കിയും കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുന്നവരുണ്ടാകും. കള്ളം അവർ പറയില്ല. അതോടുകൂടി ആരോ അവരെ പറ്റിച്ചതാണ്. അത് സ്വീകരിക്കാൻ പറ്റുമറ്റുള്ള വ്യത്യാസമുള്ളവരാണ്. ഇതാണ് സ്വഹീഹായ ഹദീസിൻ്റെ 10 ഖിസ്മ്. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ദഈഫായ ഹദീസിൽ വച്ച് ഏറ്റവും ലക്ഷണം കെട്ടത് ഏതാണ്? മൗദൂആയ ഹദീസാണ്. നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസ്. ഹദീസ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ അയാളുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു ഹദീസ് അദ്ദേഹം സ്വന്തമായി പറഞ്ഞു. ഒരു വാക്കാണ് ഒരു ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ വളരെ അധികം ഹിക്മത്തുടേതായ ഒരു വാക്ക്, അത് സഹാബിയുടെ വാക്കാണ്, അതിന് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ മഹാന്മാരുടെ ഹിക്മത്തുകൾക്ക് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പോലും ഒരു ജീവിതത്തിൽ ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ കളവ് പറഞ്ഞവൻ, നബി പറയാത്തത് നബി പറഞ്ഞു എന്നത് പറയാത്തതിന് നബി പറയാത്തതാണെന്ന് ഓനക്ക് ബോധ്യമുണ്ടായിരിക്കെ അത് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഹദീസ് നിർമ്മിച്ച് പറയുന്നവനാണ്. പിന്നീട് ജീവിതത്തിൽ അവൻ എത്ര തൗബ ചെയ്താലും അവൻ്റെ ഹദീസ് സ്വീകരിക്കൂല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇമാമിങ്ങളെ മാനദണ്ഡാണത്. ജീവിതത്തിൽ ഒരു തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്തതിനെ റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നീട് അയാളുടെ ഹദീസ് മരണം വരെ സ്വീകരിക്കൂല. എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല. നേരെ മറിച്ച് മറ്റ് കളവുകാർ പറഞ്ഞവര്, അല്ലെങ്കിൽ മറ്റ് തമ്മാടിത്തരം ചെയ്തവര്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അദാലത്തിനെതിരായ കാര്യം ചെയ്താൽ അവൻ തൗബ ചെയ്ത് മടങ്ങി അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ ഹദീസിനെ സ്വീകരിക്കും, ഷഹാദത്തിനെ സ്വീകരിക്കും, ഒക്കെ ചെയ്യും. ഹദീസ് സ്വീകരിക്കാൻ പറ്റും. പക്ഷേ കള്ള റസൂലുള്ളാഹിന്റെ പേരിൽ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരൊറ്റ വട്ടം അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാലത്തും അയാളെ ഹദീസ് സ്വീകരിക്കൂല. അതുകൊണ്ടാണ് മഹാന്മാർ പ്രത്യേകമായി പറയുന്നത്, ഒരു ഹദീസിനെ സംബന്ധിച്ച് മൗദൂഉൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരു വട്ടം കളവ് പറഞ്ഞ ആള് റിവായത്ത് ചെയ്ത ഹദീസാണെന്ന് അതിനർത്ഥമുള്ളൂ. എന്നല്ലാതെ ഈ ഹദീസ് അയാൾ നിർമ്മിച്ചതാണ് എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. മൗദൂആയ ഹദീസ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നബി തങ്ങൾ പറയാത്തത് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും പറഞ്ഞവൻ റിവായത്ത് ചെയ്ത ഹദീസാണത്. ഇയാൾ പറഞ്ഞു ചിലപ്പോൾ സത്യമായേക്കാം, ചിലപ്പോൾ റസൂലുള്ളാഹിട്ട് വാലിദായേക്കാം. പക്ഷെ ഇയാൾ പറഞ്ഞു നിൽക്കി നമ്മൾ മൗദൂആണ് അറിയും. അത് വേറെ ആരെങ്കിലും തൊട്ട് സിക്കാത്തിനെ തൊട്ട് ഇങ്ങനെ കളവ് പറയാത്തവരെ തൊട്ട് വന്നിക്കുകയാണെങ്കിൽ അംഗീകരിക്കും. വേറെ ആരെങ്കിലും പറഞ്ഞുകണോ ഇല്ലേ എന്ന് നോക്കണം. ഇങ്ങനെ ഈ കള്ളത്തരം റസൂലുള്ളാഹിന്റെ മേലിൽ പറഞ്ഞുണ്ടാക്കുക, ഞാൻ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി പറയാത്തത് പറഞ്ഞു എന്ന് പറയല് എന്തിനു വേണ്ടി? ഇമാമിങ്ങൾ ധാരാളം ചർച്ച ചെയ്തുകൊണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ഫീ ശർഹിൽ മിഷ്കാത്തിൽ ഇതിനെപ്പറ്റി വലിയ ചർച്ചകളുണ്ട്. മറ്റ് കിതാബുകളിലെല്ലാം ചർച്ചകളുണ്ട്. ഒന്ന് രണ്ട് ഉദ്ധരണികൾ ഞാൻ ഉദ്ധരിക്കാം. വൽ ഹുക്മു ബിൽ വദ്ഇ മിനൽ മുതഅഖിരീന ഹസീറുൻ ജിദ്ദാ. പിൻഗാമികളായ ആളുകളെ വക്കൽ നിന്ന് വദ്ഇ ഉണ്ടോ ഇല്ലേ എന്ന് ഹുക്മു ചെയ്യൽ വലിയ പ്രയാസമാണ്. ഹദീസുകളെ സംബന്ധിച്ച് മൗദൂഇനാണ് വിലയിരുത്തുക, കിതാബാണ്ട് എഴുതുക. എന്താ പണി? ഹദീസിനെ നഖ്ദ് ചെയ്യല. ഹദീസ് സഹീഹും ദഈഫും ഹസനും തിരഞ്ഞെടുക്കൽ ആ പണി എന്ന് പറഞ്ഞിട്ടാണ്ട് ഇരിക്കുന്ന കുറേ ജാഹിലീങ്ങൾ ഇന്നുണ്ട്.
വലിയ വലിയ പേരിൽ അവർക്ക് ശൈഖുൽ ഇസ്ലാം എന്ന് വരെ ഇന്നത്തെ ആധുനിക പേര് കൊടുക്കുന്ന ആളുകൾ അടുത്ത കാലത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. കാണുന്ന ഹദീസ് മുഴുവനും അവരുടെ വിദേഹത്തിനോടോ അവരുടെ ആശയത്തിനോടോ അവരുടെ ചിന്തയോടോ ഒക്കാത്തത് ഒക്കെ ലഈഫ് അല്ലെങ്കിൽ മൗളൂ, അവരോട് ഒക്കുന്നത് മുഴുവൻ സ്വഹീഹ്. അങ്ങനെ ചെയ്യുന്ന തമ്മാടികൾ ധാരാളമുണ്ട്. അതാ മിറാജ് തങ്ങൾ പറയുന്നത്, ഈ അവസാന കാലം, ഈ പിന്തിയ കാലം, 1000-ലുള്ളവരാണ് ഇബ്നു ഹജർ തങ്ങൾ. അവരാ പറഞ്ഞ അവിടുന്ന് 450-400 കൊല്ലം കഴിഞ്ഞു നമ്മൾ. അന്ന് വളരെ പ്രയാസമാണത്. ബിഖിലാഫിൽ മുതഖദ്ദിമീന അല്ലദീന മനഹുമുല്ലാഹു തബഖുറ ഫീ ഇൽമിൽ ഹദീസി വത്തവസ്സുഅ ഫീ ഹിഫ്ളിഹി, ഹദീസിനെ മനഃപാഠമാക്കുന്നതിൽ വിശാലത നൽകുകയും ഇൽമുൽ ഹദീസിൽ ഒരു പാധാരമാക്കിയവരുമായതായ മഹാന്മാർ അവർക്ക് മാറുകൊണ്ട് അവർക്കത് എളുപ്പമായിരുന്നു. കശുഅബത വതബഖതിഹി സുമ്മ സുഹാബിഹിം كأحمد ثم صحابهم كالبخاري وهكذا إلى زمن الدارقطني والبهقي. താബിഈയായ ശുഅബ റളിയല്ലാഹു അൻഹു, അവരുടെ ശേഷമുള്ള അഹ്മദ് നബി റളിയല്ലാഹു അൻഹു, അവരുടെ ശിഷ്യനായ ഇമാം ബുഖാരി, അവരുടെ ശേഷം ദാറഖുത്നിയുടെയും ഇമാം ബഹഖിയുടെയും കാലം, ആദ്യത്തെ 3 കർണിലുള്ള മഹത്തുക്കൾ, അവരുടെ കാലത്ത് ഇത് കഴിഞ്ഞിരുന്നു. ഇവരുടെ കാലത്തിൻ്റെ ശേഷം ഇതുപോലെയുള്ള ഒരു മഹാനും വന്നിട്ടില്ല, അവരുടെ തുല്യമായവർ വന്നിട്ടില്ല. വലാ മുഖാരിബുൻ, അവരോട് അടുത്ത ആളുകൾ പോലും വന്നിട്ടില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകിയതായ ചില ആളുകൾ ചില വിഷയത്തിൽ മാത്രം അത് വിശദീകരിക്കാൻ കഴിയുള്ളവർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ഹദീസിനെ നഖ്ദ് ചെയ്യാൻ വേണ്ടി, വല്ലാതെ മൗളൂആയ ഹദീസിനെ വേർതിരിക്കാൻ വേണ്ടി, നെല്ലും പതിരും വേർതിരിക്കാൻ വേണ്ടി പുറപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു. ഇബ്നു ജൗസി എന്നവർ അവരുടെ വഅലിൻ്റെ കിതാബുകൾ ധാരാളമുണ്ട് ഇബ്നു ജൗസിക്ക്. അതിലെല്ലാം ധാരാളം മൗളൂആയ ഹദീസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് എന്ത് ചെയ്തോ, മഹാനവറുകൾ തന്നെ മൗളൂആത്ത് എന്ന കിതാബ് ഉണ്ടാക്കി, ഇലല് എന്ന് പറയുന്ന കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ അവർ തന്നെ റിപ്പോർട്ട് ചെയ്ത പല ഹദീസുകളും അത് മൗളൂവിൻ്റെ കൂട്ടത്തിനും ഇല്ലത്തിൻ്റെ കൂട്ടത്തിനും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അവർ തന്നെ സ്വഹീയാണെന്ന് പറഞ്ഞ ഹദീസ് അദ്ദേഹം മൗളൂവാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇബ്നു ജൗസി എന്നവരുടെ മൗളൂആത്ത് എന്ന കിതാബും ഇലല് എന്ന് പറയുന്ന കിതാബും, 2 കിതാബുകളാണ് അവരെ, അത് രണ്ടിനെ കൊണ്ടുമുള്ള വിശ്വാസത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തങ്ങൾ പറയാണ്, കാരണം പതിനും ഇബ്നു ജൗസിനോട്ട് ഉദ്ധരിക്കും ഹദീസ് മൗളൂആണെന്ന് പറഞ്ഞിട്ട്, ചിലരും ഇബ്നു ജൗസിനോട്ട് ഉദ്ധരിക്കുന്നത് കാണാം ഹദീസ് മഅലൂലാണെന്ന് പറഞ്ഞിട്ട്. തങ്ങൾ പറയാം, മൂപ്പര പറയുന്നത് കൊണ്ട് ഒരു ഹദീസ് മൗളൂആവൂല, ഒരു ഹദീസ് മുഅല്ലലുമാവൂല. കാരണം അദ്ദേഹത്തിൻ്റെ കിതാബുകളെ കൊണ്ട് വലിയ ഹാഫിലിങ്ങൾക്ക് ഉപകാരപ്പെട്ടുള്ളൂ. അയാൾ പറഞ്ഞു ശരിയാണോ അല്ലേ എന്ന് ബോധ്യപ്പെടുത്തിയിലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. കാരണം അവരൊരു ഹദീസ് മൗളൂആണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അത് മൗളൂആവൂല. അതാ ഫകുല്ലു ഹദീസിൻ അലം ഫിറാദിഹി യഹ്തമിലു അല്ലാ യകൂന മൗളൂഅൻ വലാ വാഹിയ വഇൻ ജഅലഹു ഇയ്യാഹു മൗളൂഅൻ ഔ വാഹിയ മിൻ ജുംലത്തി മാ യുജാവിസുൽ ഹദ്ദ ഫീ വഉത്രിള അലൈഹി ബിസബബിഹി. അവർ ഒരു ഹദീസിനെ സംബന്ധിച്ച് അവരുടെ മൗളൂആത്തിലോ എണ്ണിയതുകൊണ്ടോ മുഅല്ലലായ ഹദീസാണെന്ന് അവരുടെ കിതാബുൽ ഇലൽ പറഞ്ഞത് കൊണ്ടോ ഒരിക്കലും അത് മൗളൂആവാൻ പോകുന്നില്ല, മഅലൂലാവാൻ പോകുന്നില്ല. നാഖിദീങ്ങളായ മഹാന്മാർ അത് വിലയിരുത്തട്ടെ. കാരണം അവരാ പറഞ്ഞതിലേക്ക് 100% കൃത്യനിഷ്ഠത അവർ പാലിച്ചിട്ടില്ല. അത് കാരണം തന്നെ അവരുടെ വല്ലാതെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വിമർശിക്കപ്പെട്ടൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്തദ്റക്കിൽ. എന്താ മുസ്തദ്റക്കിൽ ധാരാളം, ഇത് നമ്മളെ ഫുഖഹാ പലയിടത്തും പറഞ്ഞതാണ്, ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞ വിഷയമാണ്. ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്തദ്റക്കിൽ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷർത്ത് പ്രകാരം റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനും അങ്ങനെയല്ല.
അതിൽ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഷർത്ത് വെക്കാത്തതുമുണ്ട്. അതുകൊണ്ട് ആ ഹദീസുകളെ ഓരോന്നിനെയും നാഖീദീങ്ങൾ, അത് കല്ലും മുള്ളും വേർതിരിക്കുന്ന മറ്റുള്ള മഹത്തുക്കൾ എങ്ങനെ വിലയിരുത്തി എന്നതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ചത് ഷർത്തുൽ ബുഖാരിയാണ്, ഷർത്തുൽ സ്വഹീഹൈനിയാണ്, അല്ലെങ്കിൽ ഷർത്തുൽ മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഹദീസിനെ നിർമ്മിക്കുന്നത് എന്തിനിക്കാണ്? ആരാണ് ഈ ഹദീസ് നബി തങ്ങൾ പറയാത്തത് പറഞ്ഞു എന്ന് പറയുന്നവർ? അത് പല ഗൂഢലക്ഷ്യങ്ങളും ഉള്ളവരാണ്. അതിൽ വെച്ച് പ്രമുഖർ ഇസ്ലാമിൻ്റെ വേഷം കെട്ടി മുസ്ലിമീങ്ങളെ പേരിട്ട് മുസ്ലിമീങ്ങളുടെ ബിരുദവുമായി ധാരാളം ഖുർആനും ഹദീസും പഠിച്ചവരായി ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പുറപ്പെടുന്ന നിരീശ്വരവാദികൾ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ജൂതർ, നസ്രാണികൾ, അങ്ങനെയുള്ള പലരും. എന്തിനാണത്? അവരെ കണ്ടാൽ അവർ പുതിയ നാട്ടിലേക്ക് വരികയാണ്. അവർ ഇസ്ലാമിൻ്റെ പ്രവർത്തകരായിട്ട്, ഇസ്ലാമിൻ്റെ പ്രചാരകരായിട്ട് വരികയാണ് ഇസ്ലാമിൻ്റെ നാട്ടിൽ, മുസ്ലിങ്ങളുടെ അടുക്കലേക്ക്. എന്നിട്ട് അവിടുത്തെ ഖാദി അവരാകുകയാണ്, അവിടുത്തെ മുദരിസന്മാരാവുകയാണ്, അവിടുത്തെ വായുദീങ്ങൾ അവരേറ്റെടുക്കുകയാണ്. അവിടെ ലക്ഷ്യമെന്താ? ഇസ്ലാമിലില്ലാത്തത് കടത്തിക്കൂട്ടുക. അങ്ങനെ ധാരാളം കടന്നുകൂടിയവരുണ്ട്. ആ കടന്ന് കയറ്റം കൂടുതലായപ്പോഴാണല്ലോ ഹദീസ് സ്വഹീഹും ലഈഫും മൗദൂഉം കണ്ടുപിടിക്കണമെന്ന് മഹാന്മാർ തീരുമാനിച്ചു. അതിനു വേണ്ടി കച്ചകെട്ടി മഹത്തുക്കൾ ഇറങ്ങിയത്. ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സയ്യിദ് എന്ന മഹാൻ പറയുന്നു, ഈ നിലക്കുള്ള ജനാദിക്കത്ത്, അല്ലാഹുവിനെ വിശ്വാസമില്ലാത്ത, എന്നാൽ മുസ്ലിമീങ്ങളുടെ നല്ല വേഷം കെട്ടി വലിയ വലിയാണെന്ന്, ആലിമാണെന്ന് ധരിക്കുന്ന രൂപത്തിൽ നടന്ന ആളുകൾ, അവർ 14,000 ഹദീസുകൾ വള് ചെയ്തിട്ടുണ്ട്. എന്തിനാ? ജനങ്ങളെ പേപ്പിക്കാൻ വേണ്ടി. ജനങ്ങളുടെ ഇടയിൽ അവർ ചെന്ന് വലിയ മഹത്തുക്കളായി, വലിയ ആലിമീങ്ങളായി പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ഒരു ഇസ്ലാമിലില്ലാത്ത ഒന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ പലത് ചെയ്യിപ്പിക്കുന്നവരുണ്ട്. ഓരോരുത്തർക്കും അവരുടെ സംഘടന നൽകുന്ന ദൗത്യം തന്നെ ഇസ്ലാമിലില്ലാത്ത ഒരു ചര്യ ഒന്നവിടെ നടപ്പിലെടുത്തണം. അവിടെ ഇടയിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഉമാനുട്ടി ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ഇമാം മർവസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു ജൂതൻ അവനെ പിടിച്ചു. അവരെ പിടിച്ചപ്പോൾ ഓൻ പറയാണ്, 100 ഹദീസ് ഞാൻ നിർമ്മിച്ചുണ്ടാക്കിയിട്ടുണ്ട് റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഇന്ന് അമ്മാനമാടുകയാണ്, അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് റസൂലുള്ളാഹി പറഞ്ഞതല്ല. അതുപോലെ ബസറയിലെ ഗവർണർ മഹ്ദി ഭരിക്കുന്ന കാലത്ത് 160 ശേഷം മഅൻ ഇബ്നു സായിദ എന്ന മഹാന്റെ അമ്മാവനെ കൊന്ന് കുരിശിലേറ്റാൻ വേണ്ടി തീരുമാനിച്ചു, വിധി പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ? റൗഹ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ആ റൗഹ് എന്ന് പറയുന്ന തമ്മാടി, സിന്ദീഖ്, അയാൾ പറഞ്ഞെന്താ? ഞാൻ 4000 ഹദീസ് നിർമ്മിച്ച് ഞാൻ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസുകൾ മുഴുവനും ഹറാമാക്കിയ വിഷയത്തെ ഹലാലാക്കാനും ഹലാലായ വിഷയത്തെ ഹറാമാക്കാനുമുള്ളതാണ്. അതൊന്ന് നിങ്ങളുടെ ഇടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഷിയാക്കള്, അവരുടെ വാദഗതികൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരെ താറടിക്കലാണല്ലോ ഷിയായിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് പല രൂപത്തിലുണ്ട്. ചിലരെ ദൈവങ്ങളാൽ ഇലാഹാക്കുന്നവരുണ്ട്, ചിലവരെ പ്രവാചകരാക്കുന്നവരുണ്ട്. അതിനെല്ലാം അവർ ഷിയാക്കൾ ഹദീസ് പറയും, ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് അവരുടെ സനദകൾ ഉണ്ടാക്കും, മഹാന്മാരുടെ പേര് പറയും. അധികവും അഹ്ലു ബൈത്തിന്റെ പേരായിരിക്കും പറയാം. ചിലപ്പോൾ അഹ്ലു ബൈത്ത് അല്ലാത്ത മശൂരീങ്ങളായ മഹാന്മാരായ റാവികളെ പേര് പറയും. എന്നിട്ട് ഖാല റസൂലുള്ളാഹി എന്ന് പറയും. അവരിൽപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട്, അവർ തൗബ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ഏത് ഹദീസ് കണ്ടാലും
നിങ്ങൾ റസൂലുള്ളാഹി കണ്ട് വിശ്വസിക്കരുത്. ഉൻദുറു അമ്മൻ തഖുദൂന ദീനക്കും ഫഇന്നാ കുന്നാ ഇദാ ഹവൈനാ അംറൻ സയ്യർനാഹു ഹദീസാ. കണ്ടോ, നിങ്ങൾ ഹദീസ് പിടിക്കുമ്പോൾ അത് ആരാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് എന്ന് ഓരോരുത്തരും ചരിത്രം മനസ്സിലാക്കി പിടിക്കണം. കാരണം ഞങ്ങളൊക്കെ എന്തൊരു ആശയം മനസ്സിൽ വന്നാലും ആ ആശയത്തിനക്ക് തെളിവായി ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഹദീസ് പറയുന്നവരാണ്. എന്നിട്ട് ഞങ്ങളുടെ വാദം ഹദീസാണ്, ഞങ്ങളുടെ വാദം ഖാല റസൂലുള്ളാഹി മനസ്സിലപ്പെടുത്തുന്നവരായിരുന്നു. ഞങ്ങൾ സനദിൽ പറയുന്നത് മുഴുവനും മഹാന്മാരെ പേരായിരിക്കും. അതുകൊണ്ട് ആരാണിത് ഇവിടെ ലാസ്റ്റ് പറഞ്ഞത് എന്ന് പഠിക്കാതെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ ഖലീഫമാരുടെ അടുത്ത് നിന്ന് പണം കിട്ടാൻ വേണ്ടി, ഖലീഫമാരെ തൃപ്തിയാക്കാൻ വേണ്ടി ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖിയാസ് ബിൻ ഇബ്രാഹിം ഉൻ-നഖി എന്ന് പറയുന്ന കൂഫക്കാരൻ ബഹുമാനപ്പെട്ട യഹ്യ ബിൻ മഈൻ എന്ന ഇയാളെ പറ്റി ഖിയാസ് ബിൻ ഇബ്രാഹിം എന്ന നഖീനെ പറ്റി പറഞ്ഞത് എന്താ? അദ്ദേഹം അവനാരാണ്? കദ്ദാബാണ്, ഖബീസാണ്, പെരുങ്കള്ളനും വളരെ ദുഷ്ടനുമാണ് എന്ന് പറഞ്ഞ ഖിയാസ് ബിൻ ഇബ്രാഹിം നഖി. മഹ്ദി ഖലീഫയായ മഹ്ദി, ഹാറൂൻ റഷീദിന്റെ പിതാവായ മഹ്ദി, ആ മഹ്ദിയുടെ അടുക്കലേക്ക് ഇയാൾ വന്നു. ഇയാളെല്ലാം ഇടയ്ക്കിടയ്ക്ക് മുഹദ്ദിസീങ്ങൾ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി വരും. ഒരു ദിവസം വന്നത് ഈ ഖിയാസ് ബിൻ ഇബ്രാഹിം എന്നാൾ മുഹദ്ദിസായും കൊണ്ടാണ്. അങ്ങനെ മഹ്ദിക്കൊരു വീക്കൻസ് ഉണ്ട്. എന്താ? പ്രാവുകളെ കൊണ്ട് കളിപ്പിക്കുക, പ്രാവിനെ കൊണ്ട് മത്സരം നടത്തുക എന്നുള്ളൊരു പ്രാവിന് വലിയ ഇഷ്ടമായിരുന്നു മൂപ്പർക്ക്, മഹ്ദിക്ക്. ആ സമയത്താണ് ഇയാളോടൊപ്പം മഹ്ദിൻ്റെ അടുത്തൊരു പ്രാവ് ഉണ്ട്, പ്രാവിനെ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഈ ഖിയാസ് വരുന്നത്. അപ്പോൾ അയാളോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീനോട് ഹദീസ് പറഞ്ഞു കൊടുക്കൂ. അപ്പോൾ അയാൾ പറയാണ്, ഖാല ഹദ്ദസനാ ഫുലാനുൻ അൻ ഫുലാൻ, റാവികളെ പേര് പറഞ്ഞു, മഹാന്മാരുടെ പേര് പറഞ്ഞു. എന്നിട്ട് പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ സബ്ക ഇല്ലാ ഫീ നസ്ലിൻ ഔ ഖുഫിൻ ഔ ഹാഫിരിൻ ഔ ജനാഹ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മത്സരം നടത്തലില്ല നസ്ല്, അമ്പയറ്റിലല്ലാതെ. ഞാൻ ഏകദേശം ഹദീസിൻ്റെ അർത്ഥം വെച്ച് പോവുകയാണ്, ഏകദേശം ആശയം വെച്ച് പോവുകയാണ്. അമ്പയറ്റ് മത്സരം നടത്താം, അല്ലെങ്കിൽ കുതിരകളെ കൊണ്ട്, അല്ലെങ്കിൽ ഒട്ടകത്തിനെ കൊണ്ട് പായിപ്പിച്ചും കൊണ്ട്, യുദ്ധാവശ്യത്തിന് വേണ്ടിയുള്ള വാഹനങ്ങളാണ് കുതിര, ഹുഫുള്ളത്, ഹാഫിർ ഒട്ടകം, ഔ ജനാഹിൻ അല്ലെങ്കിൽ ജറകുള്ള മൃഗവും പക്ഷികളെ കൊണ്ടോ അല്ലാതെയും മത്സരം നടത്താൻ പാടില്ല എന്ന് ഇയാൾ ഹദീസ് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് മഹ്ദി ഇദ്ദേഹത്തിനേക്ക് വലിയൊരു പണക്കിഴി നൽകി. 10,000 ദീനാറുണ്ടായിരുന്നു. 10,000 ദീനാറ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5,000 പവൻ. മഹാൻ രാജാവല്ലേ കൊടുക്കുന്നത്, വലിയ സംഖ്യ കൊടുത്തു. അങ്ങനെ ഈ ഖിയാസ് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന കള്ളൻ എഴുന്നേറ്റ് പോവാണ് സദസ്സിന്ന്. ആ സമയത്ത് മഹ്ദി ഖലീഫയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആ മഹ്ദി എന്ത് ചെയ്തു? അയാൾ പോകുമ്പം വിളിച്ചു പറയുന്നു, ഇന്നഹു കഫാ കദ്ദാബിൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയാള് റസൂലുള്ളാഹിന്റെ മേൽ കളവ് പറയുന്ന ഒരു കള്ളന്റെ കഫയാണത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കളവ് പറയുന്ന ഒരാളാണ്. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് അദ്ദേഹത്തിന് അതിനുള്ള ചാൻസ് കൊടുത്തത്. അന ഹമൽതുഹു അലാ ദാലിക, ഈ കളവ് പറയാൻ അതിനിക്ക് പ്രേരണ നൽകിയത് ഞാനാണ് എന്ന് പറയുകയും ആ പ്രാവിനെ അറുക്കുകയും അതോടുകൂടെ അദ്ദേഹം ചെയ്തിരുന്ന ആ പ്രാവിനോടുള്ള സ്നേഹത്തെ അദ്ദേഹം വെടിയുകയും സത്യപാന്താവിലേക്ക് തിരിഞ്ഞു വരികയും ചെയ്തു. ഹദീസിൽ എല്ലാ കിതാബുകളിലുള്ള വിഷയമാണിത്. അവിടെ എന്താ തെറ്റ്? ഇത്രയും അബൂദാവൂദിലുള്ള ഹദീസാണ്. ലാ സബ്ക ഇല്ലാ ഫീ നസ്ലിൻ ഔ ഖുഫിൻ ഔ ഹാഫിരിൻ എന്ന ഹദീസിലുള്ള തന്നെയാണ്. അമ്പെയ്ത്ത് മത്സരം നടത്താം, കുതിര പന്തയം വെക്ക, ഒട്ടക പന്തയം വെക്ക, കുഴപ്പമില്ല. പക്ഷെ പക്ഷികളിലും പറ്റുമെന്നുള്ളത് അവിടെ വെച്ച് ഉണ്ടാക്കിയതാണ് രാജാവ് തൃപ്തിയാക്കാൻ വേണ്ടി. അതുപോലെ നിർമ്മിച്ചുണ്ടാക്കുന്ന ആളുകൾ, കച്ചവടക്കാർ ധാരാളം നിർമ്മിച്ചുണ്ടാക്കിയിട്ടുണ്ട്. എന്താ, ചരക്ക് ചിലവാകാതെ വെക്കുമ്പം അങ്ങാടിയിൽ വന്നിട്ടാണ് പറയും,
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ ഹരീസത്തു തസുദ്ദുൽ ലഹ്റ. ഹരീസ ഒരു പ്രത്യേക ഭക്ഷണമാണല്ലോ ഹരീസ. ആ ഹരീസ കഴിച്ചാൽ അവൻ്റെ പുറത്തിനിക്ക് അവൻ്റെ മുതുകിനിക്ക് നല്ല ശക്തി ഉണ്ടാകും, മുതുക് രോഗം ഉണ്ടാവില്ല. ഹദീസ ലൗ അലിംതും മാ ഫിൽ ജിർജിരി ലസറഅ്തുമൂഹു തഹ്ത അസ്സരീർ. ഒരു കച്ചവടക്കാരൻ പറഞ്ഞതാ, ചെറുക്ക് ചെലവാകുന്നപ്പോൾ ജിർജിർ എന്ന് പറഞ്ഞ സാധനം ഒരു പച്ച തിന്നുന്ന ഒരു സൈസ് ചെടിയാണത്, ഗൾഫിലൊക്കെ ധാരാളമുണ്ട്. ആ ജിർജിറിലുള്ള ഗുണം നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങളെ കട്ടിൻ്റെ തായങ്ങൾ അത് കൃഷി ചെയ്യും. ഇങ്ങനെയൊക്കെ പല നുണകളും പറഞ്ഞവരുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെയുള്ള ആശയം കളവ് പറയുന്ന ഹദീസുകൾ, ആ ഹദീസുകളെ കണ്ടെത്തി അതിനെ തള്ളൽ നിർബന്ധമാണ്. അത് ഇന്നത് ഇതിനെ സംബന്ധിച്ച് സ്വന്തം നോക്കിയിട്ട് ലഈഫാണോ അല്ലേ എന്നറിയാനുള്ള മാർഗങ്ങളില്ല. മഹാന്മാർ അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് തന്നെ രേഖപ്പെടുത്തിയവർ തന്നെ വളരെ ഓവറായവരുമുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്.